മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ ഈ വ്യക്തി എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളെക്കുറിച്ച് എത്രമാത്രം ഡീപ്പായിട്ടാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. അതുപോലെ ഇതെല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു മൊമെൻറ്റിൽ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഓക്കെ, വിക്ടറി ആൻഡ് സക്സസ് എന്നുള്ളത് വരുന്നത് കൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ ബോണ്ടിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ തന്നെയുണ്ട്. മേ ബി അവർ ഫിനാൻഷ്യലി കുറേ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമായിരിക്കാം. അവരുടെ ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യാനായിട്ടാണ് ഈ വ്യക്തി ശ്രമിച്ചിരുന്നത്. അവരുടെ റിയൽ ഫേസ് എപ്പോഴും അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അത് അവരുടെ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ അവർക്ക് ലൈഫിൻ്റെ ഇൻസ്റ്റബിലിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. അത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരായിട്ട് തന്നെ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ചിന്ത ലൈഫിലേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് എന്താണ്, അവരുടെ നഷ്ടപ്പെട്ടു പോയ ലൈഫിലെ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയോട് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഈ വ്യക്തി എന്താണ്, ഒഴിഞ്ഞു മാറുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മറുപടി തരാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത് ഈ വ്യക്തിയോട് മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള കാരണമായിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോകുന്ന ഒരു വ്യക്തിയല്ല. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളാണെങ്കിലും അവരുടെ റിയാലിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. മേ ബി അത് അവർ നിങ്ങളോട് പറയാതെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ വ്യക്തി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സോള് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. പക്ഷേ അവർ ഒരിക്കലും നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും അവർ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ചില വ്യക്തികളെങ്കിലും അങ്ങനെയായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കില്ല. അവരുടെ എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറി അവർ വെച്ചിട്ടുണ്ട്.
അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ഓരോ സമയത്തെ പെരുമാറ്റങ്ങളും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്നും ഒരു മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തുടരണമോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഒന്നുകൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്. ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ്, ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? യെസ്, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടുന്നൊരു സമയമാണ്. അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം ചിലപ്പോൾ അവർക്ക് മുന്നേറി പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അത്രയും ഒരു വിഷമം അവരുടെ ലൈഫിൽ ഉണ്ടാവാം. ഇതെല്ലാം തന്നെ അവർ മാനസികമായിട്ട് ജീവിതത്തിൽ തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇമോഷണലി ഇപ്പം എല്ലാ കാര്യങ്ങളും ഇമോഷണലായിട്ട് എടുക്കുന്നൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിഷമിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെയും അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് റിപ്പീറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ചിന്തകളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരാത്തത്. അവരത്രയും ഇമോഷണലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ഫീലിങ്സ് പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു സാഹചര്യം ആ വ്യക്തിയുടെ ലൈഫിൽ കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ആൻഡ് യെസ്, എന്നിരുന്നാലും യൂണിവേഴ്സിൻ്റെ കരങ്ങളിൽ സേഫായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സ് ആണ് നിങ്ങളോട് നേരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ശക്തമായ മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, ഈ ഒരു സമയത്ത് എല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. I am surrendering all my worries and struggles into the hands of the divine എന്ന് പറയുക. ഇതൊരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷനാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറുന്ന ഒരു അഫർമേഷനാണ്. ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അവർ പറയുന്നത് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയം വരെയും അവർ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുകയാണ്. പോസിറ്റീവായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തിരിച്ചു വരവിനായിട്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. മേ ബി അത് യൂണിവേഴ്സിൽ നിന്നൊരു മെസ്സേജായിട്ടും നമുക്ക് എടുക്കാം. ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും പ്ലാൻ ചെയ്യേണ്ടതായിട്ടുമുള്ളൊരു സമയം കൂടിയാണ്. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് സാഹചര്യങ്ങളാണ് എന്ന് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിലാണെങ്കിലും ഇപ്പോൾ ഇതിലൊരു ഓവർഫ്ലോയിങ് എനർജി വൈബ്രേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് വീണ്ടും ഇവിടെ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ്. എത്ര തന്നെ നെഗറ്റിവിറ്റീസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നാലും അവരുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറായിട്ട് കാണുന്നത് നിങ്ങളെ തന്നെയാണെന്നുള്ളതാണ്. അവരുടെ സാഹചര്യങ്ങൾ എന്താണ്, അവരുടെ ജീവിതത്തിലെ സത്യം എന്താണെന്നൊക്കെയും അവരായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ യാതൊന്നിനും വാല്യൂ ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റും ശരിയും എല്ലാം തന്നെ അവർ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഒരു കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സൈലൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും സഫർ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. ഈ ഒരു സമയത്ത് പോലും അവരുടെ നഷ്ടങ്ങളെ ഓർത്ത് അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് മൂമെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്. ഓക്കെ, അവർ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, ഒരു ചോയ്സ് എടുക്കാനായിട്ട്, ഒരു പോസിറ്റീവ് മൂമെൻറ്റിനായിട്ട് അവർ ചിന്തിക്കുകയാണ് ഈ ഒരു സമയത്ത്.
അവർക്ക് എന്തോ ഒരു ഭയം അവരിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ അകപ്പെട്ടു പോയതായിരിക്കാം. അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളോട് പറയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തോ ഒരു ചിന്ത അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ളൊരു ചിന്തയുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് കൂടി നമുക്ക് നോക്കാം. പർപ്പിൾ കളർ, ഗ്രീൻ കളർ, പിങ്ക് കളർ, വൈറ്റ് കളർ, ഡീപ്പ് ബ്ലൂ കളർ, ഓറഞ്ച് കളർ, പർപ്പിൾ കളർ. ഈ കളറൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവാം. നമ്പർ 11, 13, നമ്പർ 5, നമ്പർ 8, 20, നമ്പർ 6, നമ്പർ 10, നമ്പർ 1, നമ്പർ 18, നമ്പർ 9, നമ്പർ 2, നമ്പർ 8, നമ്പർ 39, നമ്പർ 20, നമ്പർ 23, 27, 28, 35, 36, number 38, 29, number 22, 49, 52 and 56. ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ലെറ്റർ വി, ലെറ്റർ എ, ലെറ്റർ ടി, ലെറ്റർ എം, ലെറ്റർ കെ, ലെറ്റർ എ, ലെറ്റർ എൽ, ലെറ്റർ ആർ, ലെറ്റർ വൈ, ലെറ്റർ ജി, ലെറ്റർ ജെ, letter H, letter N, letter D, letter P, letter S, letter V, letter W, letter E, letter Z. ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം, ലോയർ ആയിരിക്കാം, ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആയി പോകുന്ന, ഇമോഷണലായി പോകുന്നവരാണ്. ഈ വ്യക്തി ഒരു അസ്ട്രോളജർ ആയിരിക്കാം, ഹീലർ ആയിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റോ നഴ്സസോ ആയിരിക്കാം, ടെക്നീഷ്യൻസ് ആയിരിക്കാം, ഡാൻസേഴ്സ് ആയിരിക്കാം. ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ്. ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം, എബ്രോഡ് ആയിട്ടുള്ളവരായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം, ഫോട്ടോഗ്രാഫർ ആയിരിക്കാം, ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം, റൈറ്റേഴ്സ് ആയിരിക്കാം. നിങ്ങൾ റിപ്പീറ്റായിട്ട് ബട്ടർഫ്ലൈ സയൻസ് കാണുന്നവരായിരിക്കാം, സ്പെഷ്യലി വൈറ്റ് ഓർ ബ്രൗൺ കളർ ബട്ടർഫ്ലൈസ്. സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.